നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വയറെരിച്ചിൽ, ഗ്യാസ് ഇവ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണശേഷവും അല്ലാതെയും വയറ്റിൽ വല്ലാത്ത എരിച്ചിലും അസ്വസ്ഥതയും അനുഭവപ്പെടുക എന്നത് മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. വയറ്റിൽ വളരെയധികം ആസിഡ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വയറ്റിൽ ആസിഡ് കൂടുന്നതിന് കാരണങ്ങൾ പലതാകാം. സ്ഥിരമായി കണ്ടുവരുന്ന കാരണങ്ങൾ വയറ്റിൽ അമിതമായി ഉണ്ടാകുന്ന ഗ്യാസ്, അൾസർ, ഭക്ഷണത്തോടുള്ള അലർജി, വയറിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള ഇൻഫെക്ഷൻ എന്നിവയാണ്. വയറ്റിലുണ്ടാകുന്ന ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ, എരിച്ചിൽ എന്നിവയ്ക്ക് നല്ലൊരു പരിഹാര മാർഗമാണ് ആപ്പിൾ സിഡർ വിനീഗർ. ആപ്പിൾ സിഡർ വിനീഗറിലുള്ള ആൽക്കലൈൻ എഫക്റ്റ് വയറ്റിലെ ആസിഡ് ലെവൽ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇത് ഉപയോഗിക്കേണ്ട വിധം പറയാം. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 2 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ചേർത്ത് നല്ലപോലെ ഇളക്കുക. ആവശ്യമെങ്കിൽ 1 സ്പൂൺ തേൻ ഇതിലേക്ക് ചേർത്ത് കുടിക്കാം. ദിവസത്തിൽ 1-2 തവണ ഇത് കുടിക്കാം. ഭക്ഷണശേഷം വയറെരിച്ചിൽ അനുഭവപ്പെടുന്നവർക്ക് ഭക്ഷണത്തിന് തൊട്ടു മുമ്പ് വേണം ഇത് കഴിക്കാൻ. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാര മാർഗമാണ് ബേക്കിംഗ് സോഡ. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ ഇളക്കുക. ബേക്കിംഗ് സോഡ നല്ലതുപോലെ വെള്ളത്തിൽ കലരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ശേഷം ആ വെള്ളം കുടിക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത വെള്ളത്തിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് അല്പം തേനോ നാരങ്ങ നീരോ ചേർത്താൽ രുചി വ്യത്യാസം അനുഭവപ്പെടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിച്ച ഉടനെ ബേക്കിംഗ് സോഡ വെള്ളം കുടിക്കരുത്. അതുപോലെ തന്നെ 1 ആഴ്ചയിൽ കൂടുതൽ തുടർച്ചയായി ഇത് ഉപയോഗിക്കരുത്. ഇഞ്ചി വയറ്റിലുണ്ടാക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാര മാർഗമാണ്. ഇഞ്ചി വളരെ പെട്ടെന്ന് ദഹനം നടക്കാൻ സഹായിക്കുന്നു. 1 കപ്പ് വെള്ളമെടുത്ത് അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കുക. അല്പസമയം തണുക്കാൻ അനുവദിച്ച ശേഷം അല്പം തേൻ ചേർത്ത് കുടിക്കാം. ദിവസം 2 നേരം ഒരാഴ്ച കുടിക്കുന്നത് നല്ല റിസൾട്ട് തരും. അല്പം പച്ച ഇഞ്ചി എടുത്ത് ചതച്ച് അതിൻ്റെ നീരിൽ അല്പം തേൻ ചേർത്ത് കുടിക്കുന്നത് വയറ്റിലെ ഗ്യാസ് മൂലമുള്ള വയറുവേദനയ്ക്ക് നിമിഷങ്ങൾ കൊണ്ട് ശമനമുണ്ടാക്കാൻ സഹായിക്കും. പച്ച ഇഞ്ചി കഴിക്കാൻ ഇഷ്ടമുള്ളവർ 1 കഷ്ണം ഇഞ്ചിയെടുത്ത് ചവച്ചരച്ച് കഴിക്കുന്നതും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ്. BP കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ ഇഞ്ചി ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടർമാരുടെ ഉപദേശം സ്വീകരിക്കണം. കറ്റാർവാഴ ജ്യൂസിൽ ധാരാളം വിറ്റമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ആയതിനാൽ കറ്റാർവാഴ ജ്യൂസ് നല്ല ദഹനത്തിന് സഹായിക്കുന്നു. ഒപ്പം വയറ്റിലെ വിഷാംശം പുറന്തള്ളുന്നതിനും നല്ലൊരു വഴി കൂടിയാണ് കറ്റാർവാഴ ജ്യൂസ്. 1/2 കപ്പ് കറ്റാർവാഴ ജ്യൂസ് ഭക്ഷണത്തിന് തൊട്ടു മുമ്പ് കുടിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് കുടിക്കരുത്. മലബന്ധത്തിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് കറ്റാർവാഴ ജ്യൂസ്. ഭക്ഷണത്തോടൊപ്പം പഴം കഴിക്കുന്നത് വയറ്റിലെ ദഹന പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാര മാർഗമാണ്. പഴത്തിൽ ധാരാളമായി നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനം എളുപ്പമാക്കുകയും ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം വയറ്റിലെ ആസിഡ് ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുകയും ചെയ്യും. ഗ്യാസ്, വയറെരിച്ചിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തിരിച്ചറിയുകയും അത് പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക. ധാരാളമായി വിറ്റമിനുകളും നാരുകളും അടങ്ങിയ ഭക്ഷണം കഴിക്കുക. കൂടുതൽ ഭക്ഷണം ഒരേ സമയം കഴിക്കുന്നത് ഒഴിവാക്കി ചെറിയ ഇടവേളകളിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കുക. ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ സിട്രിക് ആസിഡ് കൂടുതലായി അടങ്ങിയിരിക്കുന്ന പഴങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഭക്ഷണശേഷം കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് ദഹനത്തിന് നല്ലതല്ല. ആയതിനാൽ ഇടതുവശം ചരിഞ്ഞ് കിടക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണശേഷം മിനിമം 30 മിനിറ്റ് നേരത്തേക്ക് യാതൊരുവിധ വ്യായാമങ്ങളും ചെയ്യാതിരിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ മദ്യപാനം, പുകവലി ഇവ പാടെ ഉപേക്ഷിക്കുക. കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക.